വെൽക്കം ടു സ്റ്റോറി റൂം. ഇത് ബർമ സീരീസിലെ 4ാമത്തെ കഥയാണ്. കഥ ആരംഭിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. ഇന്നത്തെ ബർമ കഥയുടെ പേര് ഒച്ചു രാജകുമാരൻ. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. മഹാറാണി പ്രസവിച്ചത് ഒരു ഒച്ചിനെയാണെന്ന് ദാസി ചെന്നറിയിച്ചപ്പോൾ മഹാരാജാവിൻ്റെ മുഖം വിളറി. ആ വാർത്ത കേട്ട് സദസ്സിലുള്ളവർ പൊട്ടിച്ചിരിച്ചു. ലജ്ജിതനായ രാജാവ് ഇങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചു. അതിനെ ഒരു സ്വർണ്ണക്കൂട്ടിലാക്കി സ്വർണ്ണ ചങ്ങാടത്തിൽ വെച്ച് ആറ്റിലൊഴുക്കട്ടെ. റാണിയെ തലമൊട്ടയടിച്ച് തോട്ടപ്പണിക്ക് വിടട്ടെ. അങ്ങനെ ഒച്ചിനെ സ്വർണ്ണക്കൂട്ടിലാക്കി സ്വർണ്ണ ചങ്ങാടത്തിൽ വെച്ച് ആറ്റിലൊഴുക്കി. ഒച്ചിനെ പെറ്റ കുറ്റത്തിന് റാണിയുടെ തലമൊട്ടയടിച്ച് തോട്ടക്കാരിയുമാക്കി. നദിക്കു താഴെ കടവിൽ ദാസിമാരൊന്നിച്ച് രാക്ഷസ രാജാവിൻ്റെ ഭാര്യ കുളിക്കുന്നുണ്ടായിരുന്നു. ഒഴുകിപ്പോകുന്ന കൊച്ചു ചങ്ങാടം അവർ പിടിച്ചെടുത്തു. അതിൽ സ്വർണ്ണക്കൂട്ടിൽ അടച്ചുവെച്ച ഒച്ചിനെ അവർ കണ്ടു. രാക്ഷസറാണി അതിനെ എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അന്ന് രാത്രി ഒച്ച് ഒരു മനുഷ്യക്കുട്ടിയായി മാറി. രാക്ഷസറാണി സ്വന്തം മകനെ പോലെ ആ കുട്ടിയെ സ്നേഹിച്ചു. കുട്ടി വളർന്ന് 16ാം വയസ്സിലെത്തി. ഒരു ദിവസം അവൻ വളർത്തമ്മയോട് പറഞ്ഞു, മഹാറാണി, ഞാൻ അവിടുത്തെ പെറ്റമ്മയെ പോലെ സ്നേഹിക്കുന്നു. എങ്കിലും മനുഷ്യക്കുട്ടിയായി ഞാൻ സ്വജനങ്ങളുടെ ഇടയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ മേലെ നാട്ടിൽ പോയി മനുഷ്യരുടെ കൂടെ ജീവിച്ചു കൊള്ളട്ടെ. രാക്ഷസറാണി ആദ്യം അതിന് സമ്മതിച്ചില്ല. ഒടുവിൽ ഒരു മാന്ത്രിക ചൂരലും മാന്ത്രിക കുപ്പായവും കൊടുത്ത് അവനെ യാത്രയാക്കി. മാന്ത്രിക കുപ്പായം അണിഞ്ഞപ്പോൾ അവനൊരു വൃത്തികെട്ട കൂനനായി മാറി. അങ്ങനെ മറ്റൊരു രാജ്യത്ത് ചെന്ന് അവൻ ആട്ടിടയനായി ജീവിച്ചു. ആ രാജ്യത്തിലെ രാജാവിന് 7 സുന്ദരിമാരായ പുത്രിമാരുണ്ടായിരുന്നു. അവരിൽ മൂത്ത 6 പേരെയും സുന്ദരന്മാരായ രാജകുമാരന്മാർ തന്നെ വിവാഹം ചെയ്തു. അതിസുന്ദരിയായ ഇളയ രാജകുമാരിക്ക് അത്തരമൊരു വിവാഹം ഇഷ്ടമായില്ല. കുസൃതി കുടിക്കയായ അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു വരം തരണം. എൻ്റെ ഭാഗ്യം എങ്ങനെയാണെന്നാണ് പരീക്ഷിക്കേണ്ടത്. ഈ പട്ടണത്തിലുള്ള ചെറുപ്പക്കാരെയെല്ലാം വിളിച്ച് ഒരു സദ്യ നടത്തണം. സദ്യ കഴിയുമ്പോൾ എൻ്റെ മുടിക്കെട്ടിലെ പിച്ചിമാലയെടുത്ത് ഞാൻ എറിയും. അത് ചെന്നു വീഴുന്നത് ആരുടെ തലയിലോ ആ യുവാവിനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കും. അരുമപുത്രിയുടെ അഭിലാഷത്തിന് തടസ്സം നൽകാൻ രാജാവ് ആഗ്രഹിച്ചില്ല. അടുത്ത വെളുത്ത വാവിനു തന്നെ സദ്യയ്ക്കുള്ള ഏർപ്പാട് ചെയ്തു. അതിന് നഗരത്തിലെ യുവാക്കന്മാരെല്ലാം ആഡംബര വേഷത്തിൽ ഹാജരായി. കൂട്ടത്തിൽ വികൃതരൂപിയായ ഒരു ഒച്ചു രാജകുമാരനും ഉണ്ടായിരുന്നു. സദ്യ കഴിഞ്ഞപ്പോൾ രാജകുമാരി തലയിലെ പിച്ചുമാലയെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. അത് കറങ്ങിച്ചെന്ന് വീണതോ ഒച്ചു രാജകുമാരൻ്റെ കഴുത്തിലും. ഇതുകണ്ട് രാജാവ് ഒരുപാട് വിഷമിച്ചു. എന്നാൽ രാജകുമാരിയുടെ ഭാവം മറിച്ചായിരുന്നു. വിധി അങ്ങനെയാണെങ്കിൽ അതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുമെന്ന് അവൾ പ്രഖ്യാപിച്ചു. അങ്ങനെ കൂനനായ ഒച്ചു രാജകുമാരൻ അവളുടെ ഭർത്താവായി തീർന്നു. അങ്ങനെ ചില മാസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം വൃദ്ധനായ രാജാവ് പറഞ്ഞു, എനിക്ക് പ്രായമായി. ഞാൻ വനത്തിൽ തപസ്സിന് പോവുകയാണ്. അതിനു മുൻപ് എൻ്റെ 7 മരുമക്കളിൽ യോഗ്യനായ ആളിനെ രാജാവായി വാഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് മരുമക്കളെ എല്ലാവരെയും വിളിച്ച് അവർക്കൊരു പരീക്ഷ നിശ്ചയിച്ചു. നിങ്ങളിൽ ആരു വിചാരിച്ചാൽ
നാളെ ഉച്ചയ്ക്ക് മുൻപ് 7 സ്വർണ്ണ മത്സ്യങ്ങളെ കൊണ്ടുവന്നു തരാൻ പറ്റും. അവന് രാജ്യം കിട്ടും. പിറ്റേന്ന് കാലത്ത് മരുമക്കളെല്ലാം സ്വർണ്ണ മത്സ്യത്തെ പിടിക്കാൻ യാത്രയായി. കൂനൻ നദിക്കരയിൽ ചെന്ന് മാന്ത്രിക ചൂരൽ വെള്ളത്തിലടിച്ച് ആറ്റിലുള്ള സ്വർണ്ണ മത്സ്യങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി. അവയെ പിടിച്ച് കുടത്തിലാക്കി. പിന്നെ തൻ്റെ മാന്ത്രിക കുപ്പായമൂരി കരയ്ക്കിരുന്നു. അപ്പോൾ അവൻ ഒരു സൂര്യനെപ്പോലെ പ്രകാശിച്ചു. നേരം കുറെ കഴിഞ്ഞപ്പോൾ മറ്റു രാജകുമാരന്മാരും അവിടെ എത്തി. തേജസ്വിയായ രാജകുമാരൻ നദീദേവനായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. ഓരോരുത്തരും 7 സ്വർണ്ണ മത്സ്യങ്ങൾക്കു വേണ്ടി രാജകുമാരനോട് അപേക്ഷിച്ചു. 6 മത്സ്യം വീതം തരാനേ എന്നെക്കൊണ്ടാകൂ. രാജകുമാരൻ അവരോട് പറഞ്ഞു. പകരം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വലത്തെ ചെവിയുടെ ഒരു അംശം എനിക്ക് തരണം. അതു കേട്ട് അവർ ആദ്യം തർക്കിക്കാനും പിന്നെ യാചിക്കാനും തുടങ്ങി. ഒച്ചു രാജകുമാരൻ വഴങ്ങിയില്ല. ഒടുവിൽ കാതിൻ്റെ മുറി പകരം കൊടുക്കാമെന്നവർ സമ്മതിച്ചു. ഒച്ചു രാജകുമാരൻ 36 മീനിനെ ശ്രദ്ധയോടെ എണ്ണിയെടുത്തു. 6 വീതം 6 പേർക്കും പങ്കിട്ടു കൊടുത്ത് അവരുടെ വലത്തെ ചെവിയുടെ ഒരംശം പകരമായി മുറിച്ചെടുത്തു. രാജാവ് പറഞ്ഞ സമയത്തു തന്നെ എല്ലാവരും മീനുമായി കൊട്ടാരത്തിലെത്തി. ഒച്ചു രാജകുമാരൻ പഴയ പോലെ കൂനനായി തന്നെയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. 6 രാജകുമാരന്മാരും 6 മത്സ്യങ്ങളെ വീതം കാഴ്ചവെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇതാ പറഞ്ഞ പോലെ സ്വർണ്ണ മത്സ്യങ്ങൾ. രാജാവ് മീൻ എണ്ണി നോക്കിയിട്ട് അതൃപ്തി ഭാവിച്ചു. പോരാ, ഇത് 6 വീതമേ ഉള്ളൂ. അപ്പോൾ ഒച്ചു രാജകുമാരൻ മുന്നോട്ട് വന്ന് 7 സ്വർണ്ണ മത്സ്യങ്ങളെ രാജാവിന് സമ്മാനിച്ചിട്ട് അറിയിച്ചു. തിരുമേനി, അങ്ങ് ആവശ്യപ്പെട്ട പോലെ 7 സ്വർണ്ണ മത്സ്യങ്ങളെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉടനെ മറ്റു രാജകുമാരന്മാർ തർക്കിക്കാൻ തുടങ്ങി. 6ഉം 7ഉമായിട്ട് എന്തു വ്യത്യാസം? അവരുടെ വാദം കേട്ടിട്ട് രാജാവ് പറഞ്ഞു. ശരി, സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ പരീക്ഷിക്കാൻ പോകുന്നു. നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഒരു സ്വർണ്ണമാനിനെ പിടിച്ചുകൊണ്ടുവരണം. പിറ്റേന്ന് കാലത്ത് കൂനൻ അടുത്തുള്ള കാട്ടിൽ ചെന്ന് മാന്ത്രിക ചൂരൽ നിലത്തടിച്ച് ആ കാട്ടിലുള്ള സ്വർണ്ണമാനുകളെയെല്ലാം വിളിച്ചു വരുത്തി. അവയെല്ലാം ഒരു വലിയ മരത്തിൽ കെട്ടിയിട്ടിട്ട് അവൻ അവിടെ ഇരുന്നു. മാന്ത്രിക കുപ്പായം ഊരിക്കളഞ്ഞപ്പോൾ അവൻ ഒരു സൂര്യനെ പോലെ പ്രകാശിച്ചു. ഈ സമയത്ത് മറ്റ് 6 രാജകുമാരന്മാരും സ്വർണ്ണമാനിനെ തേടി അവിടെ എത്തി. സുന്ദരനും തേജസ്വിയുമായ ഒച്ചു രാജകുമാരനെ കണ്ട് വനദേവനാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അടുത്തു ചെന്ന് സ്വർണ്ണമാനിന് വേണ്ടി യാചിച്ചു. അപ്പോൾ ഒച്ചു രാജകുമാരൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓരോ സ്വർണ്ണമാൻ പേടയെ ഞാൻ തരാം. പകരം ഓരോരുത്തരുടെയും മൂക്കിൻ്റെ അറ്റം ഞാൻ മുറിച്ചെടുക്കും. എന്താ, സമ്മതമാണോ? രാജകുമാരന്മാർ വീണ്ടും തർക്കിക്കാനും കെഞ്ചാനും തുടങ്ങി. പക്ഷേ ഒച്ചു രാജകുമാരൻ തീരുമാനത്തിൽ നിന്ന് ഇളകിയില്ല. അപ്പോഴേക്ക് നേരം ഉച്ചയാകാറായിരുന്നു. അതുകൊണ്ട് രാജകുമാരന്മാർ മൂക്കിൻ തുമ്പ് കൊടുത്ത് മാൻപേടകളെ വാങ്ങാൻ തയ്യാറായി. മാൻപേടകളുമായി അവർ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഒച്ചു രാജകുമാരനും അവിടെ എത്തി. പഴയ പോലെ കൂനൻ വേഷത്തിൽ. 6 രാജകുമാരന്മാരുടെയും മാൻപേടകളെ നോക്കി രാജാവ് പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ടത് പെൺമാനിനെയല്ലേ? ആൺമാനിനെയാണ്, പെൺമാനിനെ അല്ല. നിങ്ങൾ 6 പേരും പരീക്ഷണത്തിൽ തോറ്റിരിക്കുന്നു. ഉടനെ ഒച്ചു രാജകുമാരൻ മുൻപോട്ട് വന്ന് പറഞ്ഞു, ഇതാ തിരുമേനി, അങ്ങ് നോക്കിക്കേ, സ്വർണ്ണമാനിനെ തന്നെ ഞാൻ പിടിച്ചുകൊണ്ടു വന്നിരിക്കുന്നു. അപ്പോൾ മറ്റ് 6 രാജകുമാരന്മാരും തർക്കമാരംഭിച്ചു. തിരുമേനി, മാൻപേടയും മാനും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടും മാൻ തന്നെയല്ലേ? ഒടുവിൽ സഹികെട്ട രാജാവ് പറഞ്ഞു, ശരി, സമ്മതിച്ചിരിക്കുന്നു. അവസാനത്തെ ഒരു പരീക്ഷണം കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇതിൽ ആർ ജയിക്കുന്നുവോ അയാൾക്കാണ് എൻ്റെ രാജ്യം.
പരീക്ഷ പറയാം. നാളെ ഉദിക്കുന്നതിന് മുൻപ് ഒരു സ്വർണ്ണ ഗോപുരത്തിൻ്റെ പണി തീർക്കണം. ഇതു കേട്ട് 6 രാജകുമാരന്മാരും തളർന്നുപോയി. അക്കാര്യം തങ്ങളെ കൊണ്ടാവില്ലെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. ഒച്ചു രാജകുമാരൻ ഉടനെ പോയി മാന്ത്രിക ചൂരലടിച്ച് കുറേ പക്ഷികളെ വരുത്തി. എന്നിട്ട് വിവരം പറഞ്ഞ് അവയെ രാക്ഷസ റാണിയുടെ രാജ്യത്തേക്ക് പറഞ്ഞയച്ചു. വിവരമറിഞ്ഞയുടനെ രാക്ഷസ റാണി ഭടന്മാരോട് പറഞ്ഞു, നിങ്ങൾ വേണ്ടുന്ന സ്വർണവുമായി പോയി സ്വർണ്ണഗോപുരം പണിഞ്ഞിട്ട് വരൂ. അവർ പല ചാക്കു നിറച്ച സ്വർണവുമായി പറക്കും കുതിരകളിൽ കയറി പുറപ്പെട്ടു. നേരം പുലരുന്നതിനു മുൻപ് ഒച്ചു രാജകുമാരനു വേണ്ടി മനോഹരമായ സ്വർണ്ണഗോപുരം പണിതു തീർത്തു. കാലത്ത് സ്വർണ്ണഗോപുരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒച്ചു രാജകുമാരൻ മഹാരാജാവിനോട് പറഞ്ഞു, ഇതാ സ്വർണ്ണഗോപുരം, ഇനിയെങ്കിലും എനിക്ക് രാജ്യം തരണം. അപ്പോൾ മറ്റ് 6 രാജകുമാരന്മാരും ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഒച്ചു രാജകുമാരൻ അവരെ ഭീഷണിപ്പെടുത്തി, ഒരു സംഗതി പറഞ്ഞേക്കാം, മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ചെവിക്കഷ്ണവും മൂക്കിൻ തുമ്പും എടുത്ത് പൂച്ചയ്ക്ക് തിന്നാൻ കൊടുക്കും. അവർ പേടിച്ചുപോയി. അവർ ഒച്ചു രാജകുമാരനോട് അപേക്ഷിച്ചു. ഉടനെ ഒച്ചു രാജകുമാരൻ 6 രാജകുമാരന്മാരുടെയും ചെവിയും മൂക്കും ശരിയാക്കി കൊടുത്തു. പിന്നെ മാന്ത്രിക കുപ്പായം ഊരിക്കളഞ്ഞിട്ട് പഴയപടി തേജസ്വിയായ രാജകുമാരനായി തീർന്നു. ആ രംഗം കണ്ട് കൊട്ടാരത്തിലുള്ളവർ കൈയടിക്കുകയും ആർത്തു വിളിക്കുകയും ചെയ്തു. ഒച്ചു രാജകുമാരനെ രാജ്യാവകാശിയായി മഹാരാജാവ് പ്രഖ്യാപിച്ചു. സിംഹാസനത്തിന് ശേഷം ഒച്ചു രാജകുമാരൻ അച്ഛൻ്റെ രാജ്യത്തേക്ക് സൈന്യവുമായി പുറപ്പെട്ടു. തോട്ടക്കാരിയായ അമ്മയെ പഴയ പോലെ മഹാറാണിയായി വാഴിക്കണമെന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടു. മകനെ കണ്ട് മഹാരാജാവ് അത്യന്തം സന്തോഷിച്ചു. അവനെ വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്തു. തോട്ടക്കാരിയായ റാണിയെ തിരിച്ചു വിളിച്ച് പഴയപടി മഹാറാണിയാക്കി വാഴിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട് കഥ? കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണേ.